ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്പൈനൽ നെർവിനെ കുറിച്ചാണ്. ക്രേനിയൽ നെർവിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ബോഡിയിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ക്രേനിയൽ നെർവ്, രണ്ട് സ്പൈനൽ നെർവ്. അതായത് ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനുമായിട്ട് നേരിട്ട് കണക്ഷനാണ്. ഇനി അത് ഹെഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക സെൻസറി ഇമ്പൾസിനെ അയക്കുന്ന നെർവുകളാണ് സ്പൈനൽ നെർവുകൾ, ക്രേനിയൽ നെർവുകൾ. ഈ സ്പൈനൽ നെർവുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആരംഭം സ്പൈനൽ കോഡിൽ നിന്നാണ്. അതായത് സ്പൈനൽ കോഡിൽ നിന്ന് ആരംഭിച്ച് സ്പൈനൽ കോഡിലൂടെ സന്ദേശങ്ങൾ വന്ന് കൈമാറുക. ആരംഭിക്കുന്ന സ്പൈനൽ കോഡ് മൊത്തത്തിൽ ഇങ്ങനെ വന്നിട്ട് അവത്തിൽ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന നെർവുകളാണത്. മനസ്സിലായോ? അപ്പോൾ ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ നേരിട്ടുള്ള കൺട്രോളിൽ നിലനിൽക്കുന്ന ഇമ്പൾസുകളാണ്. അത് അവിടുന്ന് വന്ന് അവിടുന്ന് തന്നെ പോവുക, നേരിട്ട് പ്രവർത്തിക്കുക ബ്രെയിനുമായിട്ട്. അങ്ങനെയുള്ള നെർവുകൾ നമ്മുടെ ബോഡിയിൽ 12 എണ്ണമുണ്ട്. അതായത് ഒന്നാമത്തെ സംഭവം ഓൾഫാക്ടറി. ഓൾഫാക്ടറി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊരു സെൻസറി നെർവാണ്. അതായത് ഈ ക്രേനിയൽ നെർവുകൾ തിരിച്ചിരിക്കുന്നത് 3 ആയിട്ടാണ്. ഒന്ന് സെൻസേഷൻ, അതായത് പുറത്തുനിന്ന് ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. അത് നമ്മുടെ 5 സെൻസുകളുണ്ട്. ടച്ച്, സ്മെല്ല്, അതുപോലെ ഹിയറിങ്, വിഷൻ, ഇങ്ങനെ 5 സെൻസുകൾ നമുക്കുണ്ട്. ഈ അതുകൂടാതെ നമ്മുടെ ബോഡിയിലുള്ള അബ്ഡോമിനിൽ നിന്നൊക്കെ പെയിനും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ സെൻസറി നെർവുകൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ വരുന്ന സെൻസറി നെർവുകളാണ് ഒന്ന്. രണ്ടാമത്തത് മോട്ടോർ നെർവുകളാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന നെർവുകൾ. കൈ എടുക്കുക, കാല് താത്തുക, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാം നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. ഇനി മൂന്നാമതൊരു ഫങ്ഷനും കൂടിയുണ്ട്, പാരാസിമ്പത്തറ്റിക് ഫങ്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ പോലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഓടി കഥയ്ക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ് അല്ല, ബോഡിയുടെ ആവശ്യം മനസ്സിലാക്കി ബോഡി തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെറ്റ്വർക്ക് നമ്മുടെ ബോഡിയിലുള്ളതാണ്. അതിൽ പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റ് എടുക്കുക, ഡൈജഷനെയും റെസ്റ്റിനെയും, റെസ്റ്റ് ആൻഡ് ഡൈജഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മുടെ റെസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ നടക്കും, കാര്യങ്ങൾ നടക്കും, അങ്ങനെയുള്ള ഡൈജഷൻ പരമായിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കും. ഒപ്പം നമ്മുടെ ഹാർട്ടിന്റെ ഡയലേഷനാണ്. അതായത് ഹാർട്ടിന് റെസ്റ്റ് എടുക്കാനായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്ന ഹാർട്ടിനെ ഡയലേറ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സംഭവമാണ് ഇത്. ഇനി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ആണ്. അതായത് ആക്രമിച്ചോ അല്ലെങ്കിൽ ഓടിയോ രക്ഷപ്പെടാനുള്ള ഒരു സന്ദേശം നൽകുന്ന റാപ്പിഡായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതിനെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പരിപാടിയാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിലെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിലൂടെ പോകുന്ന മെയിൻ സെൻസുകൾ. ഇത് നമുക്ക് ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സെൻസ് ആണ്. എന്തിന്റെ സെൻസ്? സെൻസ് ഓഫ് സ്മെല്ല്. മനസ്സിലായോ? രണ്ടാമത്തത് ഒപ്റ്റിക് നെർവാണ്. അതും സെൻസേഷൻ ആണ്. എന്തിന്റെ സെൻസേഷൻ ആണ്? റെഗുലേഷൻ ഓഫ് ദ വിഷൻ. മൂന്നാമത്തത് ഒക്കുലാമോട്ടാർ. അതായത് നമ്മുടെ ഒക്കുലാമോട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ്? ഐബോളിന്റെ ലാറ്ററൽ ഫങ്ഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐബോൾ നമ്മൾ ഓടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഐലിഡിന്റെ എലവേഷൻ, നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നതും അടയ്ക്കാൻ പറ്റുന്നതും. പിന്നെ പ്യൂപ്പിൾ ഡയലേഷൻ ആൻഡ് കൺട്രാക്ഷൻ. പ്യൂപ്പിൾസ് വെട്ടടിക്കുമ്പോൾ ഡയലേറ്റഡും കൺട്രാക്റ്റഡും ആവുന്നത് ഇതിന്റെ ഒക്കുലാമോട്ടാറിന്റെ ഫങ്ഷൻ കൊണ്ടാണ്. അപ്പം എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൺട്രാക്ഷനും ഡയലേഷനും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനനുസരിച്ചും ഒക്കുലാമോട്ടാറിന് കംപ്ലൈന്റ് ഉണ്ട്.
അപ്പം ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കണ്ണിന്റെ ഡയലേഷൻ ആൻഡ് കൺട്രാക്ഷൻ നോക്കുന്നതിന്റെ കാരണം അത് ബ്രെയിനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രേനിയൽ നെർവുകളിൽ ഒന്നാണ് ഒക്കുലോമോട്ടർ. അതുകൊണ്ടാണ്. പിന്നെ ട്രോക്ലിയർ നെർവ്, നാലാമത്തതാണ് ട്രോക്ലിയർ നെർവ്. അതൊരു മോട്ടോർ നെർവാണ്. അതായത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദ ഐബോളും കണ്ണിനുള്ളിലുള്ള ഇൻട്രാ ഒക്കുലർ പ്രഷറിനെയും കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് ട്രോക്ലിയർ നെർവ്. പിന്നെ അഞ്ചാമതാണ് ട്രൈജിമിനൽ നെർവ്. അതായത് സെൻസറി ആൻഡ് മോട്ടോർ ഫംഗ്ഷൻ ഉണ്ട് അതിന് ട്രൈജിമിനൽ നെർവിന്. അതെന്തൊക്കെയാണ്? സെൻസേഷൻ ടു ദ ഫേസ് ആൻഡ് കോർണിയ, ടീത്ത്, ഗമ്മ്. അതായത് ഈ മുഖത്തെ ടീത്ത്, ഗമ്മ്, കോർണിയ മുതലായ സംഭവങ്ങളിലൊക്കെ നമ്മൾ ആരെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ ആ സെൻസേഷൻ മുഴുവൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ട്രൈജിമിനൽ നെർവാണ്. അതുകൂടാതെ അതിലൊരു മോട്ടോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റിക്കേഷൻ ആണ്. അതായത് നമ്മൾ ചവച്ചരയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന, മനസ്സിലായോ? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന സന്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ട്രൈജിമിനൽ നെർവ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നെർവാണ് ട്രൈജിമിനൽ നെർവ്. പിന്നെ അബ്ഡുസൻസ് മോട്ടോർ നെർവ്, അത് മോട്ടോർ നെർവാണ്. ഐബോളിന്റെ മൂവ്മെന്റിനെയാണ് സഹായിക്കുന്നത്. അതായത് ഐബോളിന്റെ മൂവ്മെന്റ് ഏത് വശത്തേക്കും തിരിക്കുകയും പിടിക്കുകയും വട്ടത്തിൽ കറക്കവും പിടിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ അബ്ഡസൻസ് നെർവ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഫേഷ്യൽ നെർവ്, അതായത് മോട്ടോർ ആൻഡ് സെൻസറി നെർവാണ്. അബ്ഡസൻസ് ഒരു മോട്ടോർ നെർവാണ്. ഫേഷ്യൽ നെർവ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ മസിൽ മൂവ്മെന്റിനെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെൻസേഷൻ ഓഫ് ദ ടേസ്റ്റ്, സലൈവ പ്രൊഡക്ഷൻ, ടിയർ പ്രൊഡക്ഷൻ, ഇതെല്ലാം നമ്മൾ ഫേഷ്യൽ നെർവ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഏഴാമത്തെ നെർവാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. പിന്നെ എട്ടാമത്തെ നെർവാണ് വെസ്റ്റിബുലാർ കോക്ലിയർ നെർവ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ വെസ്റ്റിബുലോ പാർട്ട് എന്ന് പറയുന്നത് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ചെവിയിലെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്. അപ്പം അവിടെ നിന്ന് അതാണ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആ വെസ്റ്റിബുലാർ പോർഷനാണ് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി കോക്ലിയർ പോർഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ചെവിയിൽ നിന്നുള്ള കണക്ഷനാണത് ഈ വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. അതായത് ബാലൻസിനെയും ഹിയറിംഗിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ചിലപ്പം ഈ ചെവിയിൽ പ്രശ്നം ഉണ്ടായി നമുക്ക് ബാലൻസ് പോകുന്ന പോലത്തെ എക്സ്പീരിയൻസ് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്. പിന്നെ അതുകൂടാതെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന ശരിക്കുള്ള ബാലൻസ് കൺട്രോൾ സെന്റർ എന്ന് പറഞ്ഞാൽ സെറിബ്രം വേറൊരു ഭാഗം. അങ്ങനെ സെറിബ്രവും ഇതും കൂടി വെസ്റ്റിബുലാർ പാർട്ടും കൂടി ചേർന്നാണ് ഈ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഗ്ലാസ് ഓഫ് ഫാരൻജിയൽ നെർവ്. ഗ്ലാസ് ഓഫ് ഫാരൻജിയൽ നെർവ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് നെർവാണ്. അതായത് അതിന് സെൻസറി ഫംഗ്ഷൻ ഉണ്ട്, മോട്ടോർ ഫംഗ്ഷൻ ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. അതായത് സെൻസറി ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് സംസാരവും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മസിൽസിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, ടേസ്റ്റ് അറിയുന്നത്, ഇവിടെ കൊണ്ടൊക്കെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം എപ്പിഗ്ലോസിന്റെ ഭാഗത്തൊക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ ഗ്ലാസ് ഓഫ് ഫാരൻജിയൽ നെർവ് വെച്ചാണ്. അപ്പൊ അതിന്റെ മോട്ടോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്കിയാനെ ശ്വാസം എടുക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം അതിന്റെ മോട്ടോർ ഫംഗ്ഷനാണ്. പിന്നെ പാരാസിമ്പത്തറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫംഗ്ഷനും അതിനുണ്ട്. പിന്നെ അടുത്താണ് വാഗസ് നെർവ്. വാഗസ് നെർവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമുക്ക് 10ാമത്തെ നെർവാണ് വാഗസ് നെർവ്. അതായത് നമ്മുടെ മുഴുവനായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കില്
ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ഓർഗനുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ വാഗസ് നെർവാണ്. അതായത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഇതിന്റെ ഒരു സെൻസസറി വാഗസ് നെർവിന്റെ ഒരു സെൻസസറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമൻ നിറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അബ്ഡോമനിലുണ്ട് തൊറാസിക് ക്യാവിറ്റിയിൽ ഉണ്ടാകുന്ന വേദന, ഡിസ്റ്റൻഷൻ, വയറ് നിറഞ്ഞാനുള്ള അവസ്ഥകൾ, ബ്ലാഡർ നിറഞ്ഞാനുള്ള അവസ്ഥകൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സെൻസറി ഫംഗ്ഷൻ അതിനുണ്ട്. പിന്നെ എല്ലാ അബ്ഡോമിനൽ ഓർഗനുകളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ വാഗസ് നെർവാണ്, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും. പിന്നെ പാരാസിമ്പത്തറ്റിക് നെർവ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും, ആ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാറില്ല. എപ്പം പാൻക്രിയാസ് പ്രവർത്തിക്കണം, എപ്പം ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യണം, എപ്പം പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീം, എപ്പം ഗോൾ ബ്ലാഡർ റിലീസ് ചെയ്യണം, എപ്പം കിഡ്നി യൂറിൻ എന്തോരം സ്റ്റോർ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് മുഴുവൻ പാരാസിമ്പത്തറ്റിക് നെർവാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വാഗസ് നെർവ് വളരെ പ്രധാനപ്പെട്ട ഒരു നെർവാണ്. അത് 10ാമത്തെ നെർവാണ്. പിന്നെ സ്പൈനൽ ആക്സസറി നെർവ്, അതായത് ഹെഡ് എങ്ങോട്ട് തിരിക്കണം, ചരിക്കണം, ഇതും ഷോൾഡറും താത്തുക മുതലായ പരിപാടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നെർവാണ്. അത് ഒരു മോട്ടോർ നെർവാണ്. പിന്നെ അവസാനത്തെ സംഭവമാണ് 12ാമത്തെ ഹൈപ്പോഗ്ലോസൽ നെർവ്. അതൊരു മോട്ടോർ നെർവാണ്. അതായത് ടങ്ങിനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളുന്നത് ഹൈപ്പോഗ്ലോസൽ നെർവിന്റെ സഹായത്താലാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ക്രേനിയൽ നെർവുകൾ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബ്രെയിൻ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനെല്ലാം ബാധിക്കും. അതാണ് ചില സമയത്ത് നമുക്ക് തലക്കടിയൊക്കെ ഇട്ട് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാഡർ ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടായി യൂറിനെ ട്യൂബ് ഇട്ട് പുറത്തേക്ക് എടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത്. ബൗളിൽ നിന്ന് പോകത്തില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗനുകളെ കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ടത് ഒരു വാഗസ് നെർവിന് ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാ ചെറിയൊരു വ്യത്യാസവും ബ്രെയിനിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.